സത്യത്തിൽ നാം ഒരു കാര്യം ചിന്തിച്ച് നോക്കിയ ദാവീദ് ശരിക്കും പറഞ്ഞാൽ പാപം ചെയ്തത് ദൈവത്തോടാണോ? ദാവീദ് ഊരിയാവിനോടല്ലേ? ബേർശേബയോടല്ലേ? ഒരാളെ കൊല്ലുന്നു, മറ്റൊരുത്തൻ്റെ ഭാര്യയുമായി ബന്ധമുണ്ടാകുന്നു. ഇനി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലെന്ന് പറ്റി നമുക്കറിയില്ല. ഇനി അതല്ല, അവർ എന്തായാലും ഒരു കുടുംബമാണല്ലോ, ഒരു കുടുംബം ഉണ്ടായിരുന്നു, ആ കുടുംബം തകർക്കുന്നു. അങ്ങനെ നോക്കിയാൽ സത്യത്തിൽ ദാവീദ് ചെയ്ത കുറ്റമെല്ലാം ഇവരോടൊക്കെയാണ്, അതായത് ബേർശേബയോടും പിന്നെ അവരുടെ കുടുംബത്തോടും അതുപോലെ തന്നെ അവളുടെ ഭർത്താവിനോടൊക്കെയാണ് സത്യത്തിൽ ചെയ്യുന്നത്. പക്ഷേ ദാവീദ് അവിടെ പറഞ്ഞു, ഞാൻ ഇവരോടാരും പാപം ചെയ്തൊന്നുമല്ല, ഇവരോട് ചെയ്ത് തെറ്റായി പോയതൊന്നുമല്ല. ദാവീദ് പറയുന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്തു എന്ന് പറയുന്നു. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. അത് നമ്മളുടെ എത്ര പേർക്ക് അറിയാം, തിരിച്ചറിഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല. ഒരു വ്യക്തി ഒരു പാപം ചെയ്യുമ്പോൾ ആ ഒരു പാപം അത് ഒരു പ്രവൃത്തിയാണെങ്കിൽ, ഭൗതികമായിട്ടൊരു പ്രവൃത്തിയാണെങ്കിൽ, അത് ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കെതിരാണ്. പക്ഷേ അതോടുകൂടി തന്നെ അത് ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെയും എതിരായ ഒരു പ്രവൃത്തിയാണ്. മാനുഷികമായ കോടതിയുടെ മുമ്പിൽ നമ്മളൊരു വ്യക്തി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ശിക്ഷ വിധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ കുറ്റക്കാരനല്ല, അവനെ പാപി എന്നാണ് വിളിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥേനെക്കാട്ടും എത്ര ഭയങ്കരവും അല്ലെങ്കിൽ എത്രയും ഭയപ്പെടേണ്ട ഒന്നാണ് ദൈവത്തിൻ്റെ നിയമവ്യവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പറയുന്നുണ്ടല്ലോ, വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവിടെ നോക്കുന്നവൻ ഒക്കെയും ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 5:28. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഞാൻ ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കിയാൽ എന്നെ ഒരു രാജ്യത്തിൻ്റെ നിയമത്തിനും ശിക്ഷിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരാളെ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പിടിച്ച് നമ്മളെ ശിക്ഷിക്കാനൊന്നും ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥയില്ല. കാരണം നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് നമുക്ക് തെളിയിക്കപ്പെടണം. അതിന് എന്താ പറയുക, സാക്ഷികൾ വേണം. അതിന് വേണ്ടതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിക്കഴിയുമ്പോൾ അങ്ങനെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ദൈവരാജ്യത്തിൽ ആ ദൈവത്തിൻ്റെ കോടതിന് മുമ്പിൽ ഞാൻ കുറ്റവാളിയാണെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ കോടതിയിൽ രണ്ട് കാര്യമേ ഉള്ളൂ. ഒന്ന്, നീതിമാൻ, അല്ലാത്തവൻ പാപി. പാപിക്കുള്ളത് ഒരേ ഒരു വഴി, നരകം, നിത്യമായ ശിക്ഷാവിധി, നിത്യമായ മരണം. അതാണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിലുള്ളത്. അപ്പോൾ നമ്മളൊരു രാജ്യത്തിൻ്റെ നിയമം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കുറ്റകൃത്യങ്ങൾക്കും ഓരോ രീതിയിലുള്ള ശിക്ഷാവിധികളാണ്. അത് ചിലപ്പോൾ എന്താ പറയുക, 1 വർഷത്തിൻ്റെ, 2 വർഷത്തിൻ്റെ, 3 വർഷത്തിൻ്റെ, 4 വർഷത്തിൻ്റെ, അങ്ങനെ പല വിധത്തിലുണ്ട്. ചിലത് പിഴയടച്ചാൽ മതി, ചിലപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിക്കും. അങ്ങനെ ഓരോ ശിക്ഷയ്ക്കും ഓരോരോ നിയമവ്യവസ്ഥയാണ്. പക്ഷേ നമ്മൾ ബൈബിൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒറ്റ ശിക്ഷയുള്ളൂ. അത് തൻ്റെ നീതിന്യായ കോടതിയുടെ മുമ്പിൽ മരിക്കുക എന്ന ഒറ്റ ഒരിത് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ഭൗതിക ലോകത്തിൽ നമ്മുടെ പ്രവർത്തികളെ കുറ്റങ്ങളായിട്ട് കണക്കാക്കുന്നുള്ളൂ. പക്ഷേ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ എന്താ പറയുക, ലേഖനങ്ങളിൽ കാണുമ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ചും, കൊലോസ്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും, അങ്ങനെ എബ്രായർ, യാക്കോബിൻ്റെ ലേഖനത്തിൽ, എഫേസ്യ ലേഖനത്തിൽ, ഇതിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ, ഈർഷ്യ, പക, പിണക്കം, ജാരശങ്ക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പൗലോസ് അവസാനം പറയുന്നുണ്ട്, ഈ വക പ്രവൃത്തികളൊന്നും ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് പിന്നെയും പരിമിതികളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ നിയമങ്ങൾ എത്രത്തോളം എന്താ പറയുക ഭയാനകമാണത്, അല്ലെങ്കിൽ എത്രത്തോളം ദൈവത്തെ ഭയപ്പെടേണ്ട ഒന്നാണത്. കാരണം നമ്മുടെ അകത്ത് പാപമുണ്ടെങ്കിലും നമ്മുടെ പുറത്ത് പാപമുണ്ടെങ്കിലും നമ്മൾ മരണയോഗ്യരാണ്.
ഇവിടെയാണ് നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത്. നമ്മൾ ചെയ്യുന്നത് അകത്തായാലും, അതായത് നമ്മുടെ അകത്തുള്ള ചിന്തകളിലുള്ള പാപമായാലും, നമ്മൾ ചെയ്യുന്ന പുറത്തുള്ള പാപമാണെങ്കിലും, പുറത്ത് ചെയ്യുന്ന പാപങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റേതായിട്ടുള്ള നിയമവ്യവസ്ഥയുടെ നിയമങ്ങൾ, ആ നീതിന്യായ വ്യവസ്ഥയിലുള്ള ശിക്ഷകളുണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് പുറത്തായാലും അകത്തായാലും നമുക്ക് ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ ആ ഒരു ന്യായാസനത്തിന് മുമ്പിൽ നമുക്ക് തീർച്ചയായും ശിക്ഷയുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഈ കാര്യം തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. കാരണം അകത്തായാലോ പുറത്തായാലോ അങ്ങനെ ടോട്ടലി നമ്മൾ പിടിച്ചു നോക്കിയാൽ നമ്മളെല്ലാവരും പാപികളാണ്. നമുക്കെല്ലാവർക്കും ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കേണ്ടവരാണ്. പാപമില്ലാത്ത ഒരു വ്യക്തി പോലും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം നമ്മുടെ അകത്ത് ഉള്ളത് പുറത്താരും കാണുന്നില്ലെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ അവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞ്, കാരണം നമുക്കൊരു രക്ഷ വേണം. ലോകത്തിൻ്റെ നിയമപ്രകാരം നമുക്കിപ്പോൾ നമ്മൾ സുഖമായിട്ടൊക്കെ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തികൾക്കൊന്നും നമുക്ക് ശിക്ഷ കിട്ടുന്നില്ല. പല പ്രവൃത്തികളും ആരും അറിയുന്നില്ല. പലതിനെ അറിഞ്ഞാലും കണ്ണടച്ച് വിടുന്ന കേസുകൾ. നമുക്കെതിരായിട്ടൊരു കേസ് വരാത്തിടത്തോളം കാലം ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ദൈവികമായിട്ടുള്ള ആ ന്യായ കോടതിയുടെ മുമ്പിൽ നമ്മൾ എല്ലാവരും പാപികളാണ്. വചനം തന്നെയാണല്ലോ പറഞ്ഞത്, ഒരുത്തൻ പോലും ഇല്ല എന്നാണല്ലോ വചനം പഠിപ്പിക്കുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ ആദാമിൻ്റെയും ഹവ്വയുടെയും അല്ലെങ്കിൽ തലമുറയായിട്ട് വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളും പാപികളാണ്. ഇവിടെ നമ്മൾ ആദാമും ഹവ്വയും പാപം ചെയ്തു, അവരിൽ നിന്ന് ജനിക്കുന്ന എല്ലാവരും പാപികളെന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു യുക്തിക്കും നമ്മുടെ ബുദ്ധിക്കൊന്നും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ആദാമും ഹവ്വയും പാപം ചെയ്യുന്നു, അവരിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് എന്ത് പാപം ചെയ്തു? അത് മാത്രമല്ല, ഈ കുഞ്ഞിനെ എങ്ങനെയാണ് കുഞ്ഞിനെ നമ്മുടെ ദൈവം ശിക്ഷിക്കുക? ഇനിയിപ്പോൾ അത് ശിക്ഷിച്ചാൽ തന്നെ ന്യായമാണോ എന്നൊക്കെ നമ്മളെ കൊണ്ട് ചിന്ത വരില്ലേ? അതൊരു ന്യായമായ ചിന്തയുമാണല്ലോ. കാരണം ആദാമും ഹവ്വയും പാപം ചെയ്തു, അവരിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞെന്ത് പാപം ചെയ്തു? ഇങ്ങനെ ഇപ്പോൾ ഈ കുഞ്ഞിനെ ദൈവം ശിക്ഷിച്ചാൽ അതൊരു ന്യായമാണോ എന്ന് നമുക്ക് ന്യായമായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഒരു ചിന്ത വരുന്നതിൽ തെറ്റില്ല. പക്ഷെ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു കാര്യം സത്യമാണ്, ആദാമിൻ്റെയും ഹവ്വയുടെയും തലമുറകളായി ഭൂമിയിൽ ജനിച്ച് വീഴുന്ന എല്ലാവരും പാപികളാണ്. പക്ഷേ നമ്മൾ ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും കാണുന്ന ഒരു കാര്യം, പാപം എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നൊരു പ്രായത്തിൽ ആ പാപം ചെയ്യുകയും ആ പാപം ചെയ്യുന്നവരുടെ അടുത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരികാൻ പറയുന്ന ഒരു ഉപദേശം, അല്ലെങ്കിൽ അതാണ് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെല്ലാം കാണുന്ന പ്രധാനമായിട്ടുള്ളൊരു പഠിപ്പിക്കൽ. അതുകൊണ്ട് തന്നെ പാപം എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു പ്രായത്തിൽ നമ്മൾ പറയുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നതിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു രാജ്യം നശിപ്പിക്കാൻ പോകുമ്പോൾ ആ രാജ്യത്തിൽ കുഞ്ഞുങ്ങളടക്കം നശിപ്പിക്കുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഇതിൽ നമ്മൾ ആ വിഷയം കയറ്റിക്കഴിഞ്ഞാൽ നമുക്കത് വേറെ വിഷയമായതുകൊണ്ട് അത് ബുദ്ധിമുട്ടാവും. ഇതിനിടയ്ക്ക് കയറ്റിക്കഴിഞ്ഞാൽ അത് വേറെ വിഷയമായി കിടക്കട്ടെ. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ പക്ഷെ ഒന്നും കാണുന്നില്ല. കാരണം പുതിയ നിയമത്തിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവരെ ദൈവം ശിക്ഷിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കതിനെ പറ്റിയൊന്നും കാണുന്നില്ല. പക്ഷെ നമുക്കൊരു വേറൊരു സൂചന കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശമാവില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിൽ കടക്കാനുള്ള കുഞ്ഞുങ്ങളൊരു സാധ്യത അവിടെ കാണുന്നുണ്ടെന്നല്ലാതെ നമുക്ക് 100% കുഞ്ഞുങ്ങൾ കടക്കുമെന്ന് പറയാനോ എന്നാൽ കുഞ്ഞുങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്ന് പറയാനോ ഒന്നും നമുക്ക് അതൊരു ബൈബിളിൽ നമുക്ക് കാണുന്നില്ല. പുതിയ നിയമത്തിൽ എല്ലാം തീരുമാനിക്കുന്നത് ദൈവമാണ്. പക്ഷേങ്കിലും ദൈവം ന്യായാധിപതിയാണ്, ന്യായത്തോടു കൂടിയാണ് എല്ലാം വിധിക്കുക. അതുകൊണ്ട് തന്നെ അതിന് സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ പറയുന്നുണ്ടല്ലോ ആദാമിൽ നിന്നും ഹവ്വയിൽ നിന്നും ജനിക്കുന്ന എല്ലാവരും പാപികളാണെന്നുള്ള കാര്യം. എൻ്റെ ഒരു ചിന്തയിലൊരു സത്യം തന്നെയാണെന്നാണ് എൻ്റെ ചിന്ത. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ തുടങ്ങാം. എനിക്കൊരു മോളുണ്ട്. ആ മോളിനൊരു വയസ്സാകുന്നതിന് മുമ്പ് അത്
1 വയസ്സാവാൻ പോകുന്നു. ആ ഒരു ടൈമിൽ പറയാം. കാരണം എഴുന്നേറ്റ് നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത്. ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ഞാനും അവളും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവളുടെ ഭാഗത്തുനിന്ന്, നമ്മൾ കുഞ്ഞു കുട്ടികളെ കുറുമ്പെന്ന് പറയാം, പക്ഷേ ഞാനത് വളരെ ഷോക്കായിപ്പോയി. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഇത്രയും ചെറിയ കുഞ്ഞിനെ എങ്ങനെ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഒരു കള്ളത്തരം ചെയ്യാൻ പറ്റി. വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട് എന്തെന്ന്, പക്ഷേ ഞാൻ ഷോക്കായി. അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മയിരിക്കാൻ കാരണം. ഞാൻ അപ്പം തന്നെ അവളോട് പറയുന്നത്, നീ ഹവ്വയുടെ മകൾ തന്നെയാണെന്ന് പറയുന്നുമുണ്ട്. അവൾക്ക് തിരിച്ചറിയാൻ പ്രായമൊന്നുമില്ല, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ എങ്കിലും എനിക്ക് ആ ഒരു വിഷയത്തിൽ മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും ചെറിയൊരു കുഞ്ഞിന് എങ്ങനെ അങ്ങനെ ഒരു കള്ളത്തരം തിരിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇന്നത്തുള്ള നമ്മുടെ കുഞ്ഞു കുട്ടികളെ തന്നെ എടുക്കാം. ഈ കുഞ്ഞു കുട്ടികൾ ദേഷ്യം വരുമ്പോൾ കണ്ടില്ലേ, വലിച്ചെറിയുന്നു, ദേഷ്യം വരുമ്പോൾ നിലത്ത് കിടന്ന് ഉരുളുന്നു. കുഞ്ഞിൻ്റെതായിട്ടുള്ള റിയാക്ഷൻസ് നമുക്ക് കാണാം. അതുപോലെ എന്തെങ്കിലും സാധനം കള്ളത്തരം കളിക്കുന്നതിൽ ഒളിപ്പിച്ച് വെക്കുന്നു കുഞ്ഞു കുട്ടികൾ. ഇവർക്കിതൊക്കെ എവിടെ നിന്നാണ് ഈ കുഞ്ഞായിട്ടുള്ള ആ കുറുമ്പ് കാണിക്കാനുള്ള ആ ഒരു ടെൻഡൻസി എവിടെ നിന്നാണ് വരുന്നത്? അപ്പൻ്റെയും അമ്മയുടെയും പ്രവൃത്തി കണ്ട് പഠിക്കുക. അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. നമ്മളെന്തായാലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചും കൊടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് കണ്ടുപിടിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം, അതെനിക്ക് എൻ്റെ ചിന്തയിൽ വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തി അത് കുഞ്ഞാകുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ പാപമുണ്ട്. ആ പാപം അതിൻ്റെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ചെറിയ ചെറിയ കുറുമ്പായിട്ടും, അതിൽ നിന്ന് കുറച്ചുകൂടെ വളരുമ്പോൾ അതിൽ നിന്ന് വലുതായും, പിന്നെ വളരെ എന്താ പറയുക, നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ പ്രായമാകുമ്പോൾ അതിൻ്റേതായ കുറച്ചും കൂടെ ഉയരത്തിലുള്ള ഭാവങ്ങൾ, അങ്ങനെ നമ്മളത് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ജനിക്കുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ ഈ പാപമുണ്ട്. അവൻ്റെ പക്വതയ്ക്കും ആ വളർച്ചയ്ക്കും അനുസരിച്ച് തന്നെയാണ് ആ പാപവും വളരുന്നുള്ളൂ എന്ന് മാത്രമേ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ സകല മനുഷ്യരും പാപികളാണെന്ന് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നതും എൻ്റെ ഒരു വിശ്വാസവും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, സകല മനുഷ്യരും പാപികളാണ്. അപ്പോൾ തന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാനും ഈ സകല മനുഷ്യരിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്, ഞാനും ഒരു പാപിയാണ് എന്നുള്ളതാണ് നമ്മളോട് തിരിച്ചറിയേണ്ടത്. ഈ ഒരു തിരിച്ചറിവുണ്ടായാൽ മാത്രമേ നമുക്ക് രക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ പാപിയാണെന്നും നമുക്ക് ഈ പാപത്തിൽ നിന്ന്, അതായത് ദൈവിക ന്യായവിധിയുടെ മുമ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ രക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ, ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അത് മാത്രമല്ല, ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയ നഷ്ടം നമുക്കുണ്ടാവുക. കാരണം രക്ഷയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കില്ല, ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കുന്നതിനെ നമ്മൾ ചിന്തിക്കില്ല, നമ്മളായിരിക്കുന്ന അതേ പാപത്തിൽ നമ്മൾ അവസാനിക്കുകയും ചെയ്യും. പിന്നീട് ദൈവവചനപ്രകാരം നമുക്കറിയാം, ഒരു ദിവസം എല്ലാത്തിൻ്റെയും കണക്ക് ചോദിക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് നമ്മൾ ആ നിത്യ നരകത്തിന് യോഗ്യരായി തീരുകയും ചെയ്യും.